ഡിയർ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്ക് ഡ്രോബാക്ക് ഓഫ് ഒക്ടക്റ്റ് തിയറിയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഒക്ടക്റ്റ് റൂൾ ഈസ് ബേസ്ഡ് upon ദി കെമിക്കൽ ഇനർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസസ്. അതായത് ഒക്ടക്റ്റ് റൂള് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? കെമിക്കൽ ഇനർട്ട്നെസ്, അലസവാതകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ സം നോബിൾ ഗ്യാസസ് ഓൾസോ കമ്പൈൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ടു ഫോം നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ലൈക്ക് XCF2, KrF2, XCOF2 എക്സെട്ര. അതായത് നോബിൾ ഗ്യാസസ് ആയ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനാൻ, റെഡൺ. അപ്പോൾ ഇവർ സൈസ് കൂടിയ എലമെൻസ് ആണ്. സൈസ് കൂടിയ എലമെൻസ് കുറച്ചെങ്കിലും ബാക്കിയുള്ളവരാരും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല, ഇനർട്ട്നെസ് ആണ്. ഇവർ സൈസ് കൂടിയ എലമെൻ്റ് ആയതുകൊണ്ട് ഇവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് കുറച്ച് കോമ്പൗണ്ട്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത്, ദിസ് തിയറി ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. അതായത് ഒക്ടക്റ്റ് തിയറി അനുസരിച്ച് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദി മോളിക്യൂൾസ് ബീയിങ് ടോട്ടലി സൈലൻറ്റ് അബൌട്ട് ദി എനർജി ഓഫ് എ മോളിക്യൂൾ. മോളിക്യൂൾസിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്ടക്റ്റ് തിയറിക്ക് സാധിച്ചിട്ടില്ല. അടുത്തതാണ് അയോണിക് ഓർ ഇലക്ട്രോവാലൻറ്റ് കോമ്പൗണ്ട്. എങ്ങനെയാണ് ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്? എ ബോണ്ട് ഈസ് which is formed by the transference of an electron is called അയോണിക് ബോണ്ട്. ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന, ഈ പടത്തിനകത്തിൽ അത് കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബോണ്ടാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അയോണിക് ബോണ്ട് വിൽ ബി ഫോംഡ് മോർ ഈസിലി ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് വിത്ത് കമ്പാരിറ്റീവ്ലി ലോ അയണൈസേഷൻ എൻതാൽപ്പീസ് ആൻഡ് വിത്ത് കമ്പാരിറ്റീവ്ലി ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതായത് ലോ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളതും അതേപോലെ തന്നെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, അതായത് ഇലക്ട്രോൺ നെഗറ്റീവായിട്ടുള്ള എലമെൻറ്റുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫോർമേഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട് വുഡ് പ്രൈമർലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഈസ് ഓഫ് ഫോർമേഷൻ ഓഫ് പോസിറ്റീവ് അയോൺ. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? ഒരു പോസിറ്റീവ് അയോൺ ഉണ്ടാകുന്നു, ഒരു നെഗറ്റീവ് അയോൺ ഫോം ചെയ്യുന്നു ന്യൂട്രൽ ആറ്റത്തിൽ നിന്നും. അറേഞ്ച്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ ദ സോളിഡ്, ദാറ്റ് ഈസ് ദി ലാറ്റിസ് ഓഫ് ദ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നമുക്കിവിടെ കൊടുക്കാം. നമ്മൾ സ്ഥിരം കാണുന്ന NaCl നമുക്കറിയാം. NaCl എന്ന് പറയുന്നത് എന്താണ്? കോമൺ സോൾട്ടാണ്. ഇവിടെ രണ്ട് ആറ്റങ്ങളാണ്, Na, ക്ലോറിൻ. അപ്പോൾ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവുമായിട്ടാണ് കമ്പൈൻ ചെയ്തത്. സോഡിയം ആറ്റമാണെങ്കിൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ 11, കോൺഫിഗറേഷൻ 281 എന്നാണ്. ക്ലോറിൻ ആറ്റത്തിൻ്റെ 17 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് നമുക്ക് നോക്കുമ്പോൾ അറിയാം, സോഡിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 1ഉം ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 7ഉമാണ്. ഇതിനെ നമുക്ക് ലൂയിസ് ഡോട്ട് സിമ്പിൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. സോഡിയം, ഇവിടെ 1 ഇലക്ട്രോൺ. ക്ലോറിൻ ആണെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോണിനെ നമ്മൾ വരയ്ക്കും? 7 ഇലക്ട്രോണിനെ വരയ്ക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ക്ലോറിൻ has 7 electron and it get 1 electron from the sodium. It attains 8 electrons in their valence shell. അതായത് ക്ലോറിൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണിനെ കൂടെ നേടുകയാണെങ്കിൽ ഇതിന് എന്ത് കിട്ടും? 8 ഇലക്ട്രോണിനെ നേടും. അതേസമയം ഇവിടെ 281 ആയിരുന്നു. ഇതിൻ്റെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഈ ഒരു ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇതിന് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയ ഒരു കോൺഫിഗറേഷൻ നേടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിന് 287 ആയിരുന്നു. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോൺ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അതേപോലെ സോഡിയം ഈ ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് അതിന് വിട്ടുകൊടുക്കുവാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഇപ്പോൾ 28, അതായത് ഈ ഇലക്ട്രോൺ ഇപ്പോൾ സോഡിയത്തിന് ഇല്ല. ഇതിനപ്പോൾ എത്ര കോൺഫിഗറേഷനായി? ഇതിനപ്പോൾ എത്ര ഇലക്ട്രോണായി? 10 ഇലക്ട്രോണായി. ഇത് ഒരു ഇലക്ട്രോണിനെ കൂടെ വാങ്ങി 288 എന്ന് പറയുന്ന കോൺഫിഗറേഷനായി. അതായത് ഇതിന് 17 ആയിരുന്നു, ഇപ്പോൾ 18 ഇലക്ട്രോൺ ഇതിന് നേടി. ഒരു ഇലക്ട്രോൺ ഇത് എക്സസ് നേടി. അപ്പോൾ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെന്തായിട്ട് മാറി? അയോണായിട്ട് മാറി, പോസിറ്റീവ് അയോണായിട്ട് മാറി. എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് അയോണായിട്ട് മാറാൻ കാരണം? എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഇലക്ട്രോണിനെ ഇത് ലോസ് ചെയ്തത് കൊണ്ട്, വിട്ട് കളഞ്ഞത് കൊണ്ട് അതിനെന്ത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ് വന്നുള്ള അയോണായിട്ട് മാറി. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ നേടിയത് കൊണ്ട് ഇത് നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറി.
ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള അയോൺസ് കിട്ടി. Na+ അയോണും കിട്ടി, Cl- അയോണും കിട്ടി. ഇപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള അട്രാക്റ്റീവ് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിലാണ് ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അയോണിക് സോളിഡ് എന്ന് വിളിക്കുന്നു. ഇതിനെ എന്ത് വിളിക്കുന്നു? അയോണിക്സ്. ഈ അയോണിക് സോളിഡിലുള്ള ബോണ്ടാണ് അയോണിക് ബോണ്ട്. അതല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട്, ഇലക്ട്രോ വാലൻ്റ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിലാണ്. സോഡിയത്തിന് ലോ അയോണൈസേഷൻ എനർജിയും ക്ലോറിന് ഹൈ അയോണൈസേഷൻ എനർജി, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെൻറ്റുമാണ്. ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്തപ്പോഴാണ് എന്തുണ്ടായത്? ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് Na+Cl- അയോൺ ഫോം ചെയ്ത് ഇവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്ത് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്ത് ഈ അയോണിക് കോമ്പൗണ്ടിൽ ബന്ധനമാണ് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടാണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുടെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഇതും കൂടി ഈ വീഡിയോയും കൂടെ കേട്ടിട്ട് വേണം ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ബാക്കി എക്സാമ്പിൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ടതിനകത്തിൽ ഉണ്ട്. ഓക്കെ.